ആറന്മുളയിലെ തിരുവോണത്തോണി വെള്ളം കയറി. തോണിക്ക് ദ്വാരം വീണതാകാമെന്നാണ് നിഗമനം. 2022 നിർമ്മിച്ചതാണ് പുതിയ തിരുവോണത്തോണി. വിവരങ്ങളുമായി പ്രസാദ് MJ ആണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും ഓണത്തിനോടനുബന്ധിച്ച് ആറന്മുള വള്ളംകളി വളരെ പ്രശസ്തമാണ്. എന്തായാലും തിരുവോണത്തോണി ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. എന്താണ് നിലവിലെ പ്രതിസന്ധി? എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, 2009 മുമ്പ് തന്നെ ഇത് അന്നത്തെ ഇപ്പോഴത്തെ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവന്റെ കാലഘട്ടത്തിൽ ഇത് മെയിൻ്റനൻസ് ചെയ്തിരുന്നു. കാലാകാലങ്ങളിൽ ഇതിനൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയാണ് ഓരോ വർഷവും തോണി ഇറക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നദിയിൽ അതിപ്രളയത്തെ തുടർന്നുണ്ടായ വെള്ളം കയറിയപ്പോൾ തോണി കയറ്റി വെച്ചിരുന്ന ഭാഗത്ത് വെള്ളം കയറിയപ്പോൾ ഈ തോണി വെള്ളത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ നദിയിലേക്ക് ഇറക്കിയിട്ടിരുന്നു. അതിനുശേഷം വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇത് തോണി തിരിച്ച് കയറ്റാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല. ഈ തോണിയുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം പള്ളിയോട സേവാ സംഘത്തിനല്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥ അവകാശത്തിലുള്ളതാണ് തിരുവോണത്തോണി. ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അന്നാണ് ഭഗവാന്റെ തിരുവാർമുളയപ്പന്റെ ജന്മ നക്ഷത്രം. ആ ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഈ കാട്ടൂർ ഇല്ലത്ത് നിന്നും ഭഗവാന് ഒരു വർഷത്തേക്ക് ഭക്ഷണങ്ങളും മറ്റും പൂജയ്ക്കുള്ള കാര്യങ്ങളുമായി ആ ഇല്ലത്തേക്ക് പള്ളിയോടങ്ങളിൽ വരുമ്പോൾ അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് മുന്നിലാണ് ഈ തിരുവോണത്തോണി മുന്നോട്ട് വരുന്നത്. ഈ തിരുവോണത്തോണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് അരയന്നത്തിന്റെ മാതൃകയും മറ്റൊരു വശം വള്ളത്തിന്റെ മാതൃകയുമാണ്. അപ്പൊ ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ദേവസ്വം ബോർഡിന്റെയാണ്. ബാക്കി പള്ളിയോടങ്ങളെല്ലാം പള്ളിയോട സേവാ സംഘത്തിന്റെയും. അപ്പൊ കാലാകാലങ്ങളിൽ ഇത് മെയിൻ്റനൻസ് ചെയ്യാതിരുന്നിട്ടുള്ളൊരു പാകപ്പിഴയായിരിക്കാം ഇപ്പോൾ ഈ തിരുവോണത്തോണി മുങ്ങിപ്പോകാനുള്ള കാരണം. ഇത് എല്ലാ വർഷവും പള്ളിയോടങ്ങൾ നീറ്റിൽ ഇറക്കുന്നത് പോലെ തന്നെ ആചാരപരമായി തിരുവോണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇത് എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഭക്തജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഈ തിരുവോണത്തോണി നീറ്റിലിറക്കുന്ന ഒരു രീതിയുമുണ്ട്. പള്ളിയോടങ്ങൾ നീറ്റിലിറക്കുന്ന പോലെ തന്നെ തിരുവോണത്തോണിയും ഭഗവാൻ ആചാരപരമായി നീറ്റിലിറക്കുന്ന ഒരു രീതിയുണ്ട്. ഈ വർഷം ഇത് എങ്ങനെയാണ് ഇതിപ്പോൾ വെള്ളത്തിൽ ഇത് നീറ്റിൽ ഇറക്കുന്ന ചടങ്ങ് പോലും നടത്താതെ ഇത് എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് അതിന് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെയും ദേവസ്വം ബോർഡ് തന്നിട്ടില്ല. നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് വെള്ളപ്പൊക്ക സമയത്ത് ഇത് നദിയിൽ ഇറക്കിയതിന് ശേഷം ഇത് തിരിച്ച് കരയിലേക്ക് കയറ്റി വെച്ചിരുന്നില്ല. അങ്ങനെ ഈ മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഈ തിരുവോണത്തോണി വെള്ളം കയറി അവിടെ ശ്രദ്ധിക്കാത്ത നിലയിലായിരുന്നു. ഇത് മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊരു ചർച്ചാ വിഷയമായപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇത് കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ ഒരു മെയിൻ്റനൻസ് പണി ഈ വർഷത്തെ ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞതിന് ശേഷം മെയിൻ്റനൻസ് പണി നടത്തുമെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വള്ളം അത് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഉത്രട്ടാതി ജലവേളി മറ്റു കാര്യങ്ങളും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ആറന്മുള നടത്തുന്നത്. അതിനു മുന്നോടിയായി ബാക്കിയുള്ള അത്യാവശ്യം തോണി നദിയിൽ ഇറക്കത്തക്ക രീതിയിലുള്ള മെയിൻ്റനൻസ് പണി പള്ളിയോട ശില്പി ചങ്ങങ്കരി വേണുവാചാര്യയുടെ നേതൃത്വത്തിൽ അല്പം ചില മെയിൻ്റനൻസ് പണി നടത്തിയതിനു ശേഷം ഈ വർഷത്തെ ഉത്രട്ടാതി വള്ളംകളിക്ക് ശേഷം 15 ലക്ഷം രൂപയുടെ ബാക്കിയുള്ള മെയിൻ്റനൻസ് പണിക്ക് തുക അനുവദിച്ചെന്നും ദേവസ്വം ബോർഡ് ഇപ്പം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ആറന്മുളയിലെ തിരുവോണത്തോണിയിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ദ്വാരം വീണതാകാമെന്നാണ് കാരണമെന്നാണ് ഇപ്പോൾ നിലവിലെ പ്രാഥമിക നിഗമനം. 2022 നിർമ്മിച്ചതാണ് പുതിയ തിരുവോണത്തോണി. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്.